ഹലോ ഗൈസ്, ഈ വീഡിയോ പൂർണ്ണമായും ഒരു ഓപ്ഷൻ ബയ്യർ ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഷയം ഒരു നല്ലൊരു എൻട്രി മാർക്കറ്റിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു എൻട്രി മാർക്കറ്റിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഒരു ഉപകാരപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റർ വേറൊന്നുമല്ല, സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 5 yearsൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ഞാൻ ആ ഇൻഡിക്കേറ്റർ ചാർട്ടിനകത്ത് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡ് നമുക്ക് നോക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ നമ്മൾ ചാർട്ടിനകത്ത് ആഡ് ചെയ്യുക. ഈ ഇൻഡിക്കേറ്ററിൻ്റെ പേര് വരുന്നത് സൂപ്പർ ട്രെൻഡ് എന്നുള്ളതാണ്. സൂപ്പർ ട്രെൻഡ് നമ്മൾ ചാർട്ടിനകത്ത് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഗ്രീൻ ലൈനും ഒരു റെഡ് ലൈനും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ ഇന്ന് 26/2025 ഇന്നത്തെ ചാർട്ടാണ് കാണുന്നത്. നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ഈ ചാർട്ട് എടുത്തിട്ട് നമുക്ക് ഈ സെയിം കാര്യങ്ങൾ പ്രീവിയസ് ഡേറ്റിൽ എങ്ങനെ വർക്കാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് 26/2025 നിഫ്റ്റി 50 ചാർട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം വന്നിരിക്കുന്നത് 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഇപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്താലും ഒരു 50 മിനിറ്റ് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 15 മിനിറ്റിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് തരുന്ന സിഗ്നൽസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതാണ് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് എങ്ങനെ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റ് ഈ ഗ്രീൻ ലൈന് മുകളിലാണെങ്കിൽ എപ്പോഴും ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് മാർക്കറ്റ് തരുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ നേരത്താണ് നമുക്കൊരു ഡൗൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ബ്രേക്ക് ചെയ്യണ ഒരു സമയത്ത് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ പോലെ ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ പോലെ നമുക്കൊരു ഡൗൺ ആരോ വിസിബിൾ ആവും ഈ ചാർട്ടിനകത്ത്. അപ്പോൾ ഈ ഡൗൺ ആരോ വിസിബിൾ ആകുന്ന ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്കൊരു പുട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ച ശേഷം ഈ ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാണ്ട് ഇതിൻ്റെ ലോയിൽ ഒരു ഓപ്പൺ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് വയ്ക്കുക പുട്ട് എൻട്രിയിൽ. അത് എപ്പോൾ വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്തൊരു സിഗ്നൽ നമ്മൾ കിട്ടുന്നവരെ നമ്മൾ ആ ഓപ്പൺ ഓർഡറിൽ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു ലോ കട്ട് ചെയ്യാൻ നേരത്തെ ഒരു പുട്ട് എൻട്രി എടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ഓപ്പൺ ഓർഡർ അടിച്ചിട്ടു. പക്ഷേ ഇത് നെക്സ്റ്റ് വീണ്ടും നമ്മളൊരു ബൈ ക്യാൻഡിൽ അല്ലെങ്കിൽ ബൈ സിഗ്നലിൽ നമുക്ക് തന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഓർഡർ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു 10:06 കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ ബൈ സിഗ്നൽ തന്ന ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമ്മളൊരു കോൾ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യുക. ഓപ്പൺ ഓർഡർ ആയിരിക്കണം, മാർക്കറ്റിലായിരിക്കരുത്. നമ്മളിത് പ്ലേസ് ചെയ്ത ശേഷം ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് നമുക്ക് നല്ലൊരു ബിഗ് മൂവ് തന്നെ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 140ക്ക് മുകളിൽ നമുക്കൊരു മൂവ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു നല്ലൊരു എൻട്രി എടുക്കാം. ഈ പറഞ്ഞ പോലെ ടാർഗറ്റായാലും മസ്റ്ററായാലും അവനവൻ്റെ ഒരു റിസ്ക് കപ്പാസിറ്റിക്കും അവരവരുടെ ഒരു മെൻ്റൽ ഒരു സ്ട്രെങ്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. പറയാനുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ മാക്സിമം SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഒരു ബിഗിനർ എന്നുള്ളൊരു ലെവലിലോട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്ന സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് സിഗ്നൽ തരുന്നത് ഒരു 12:19 ഈ 12:19 ഈ പറഞ്ഞ ആ സിഗ്നൽ തന്ന ക്യാൻഡിലിൻ്റെ ലോയിലോട്ട് നമ്മളൊരു പുട്ട് എൻട്രി പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 54 പോയിൻറ്റോളം നമുക്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരാത്ത ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓപ്ഷൻ പ്രീമിയത്തിലും അതിൻ്റെ മാറ്റങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ആ പ്രീമിയത്തിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതൊരു നല്ലൊരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉപകാരപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് മാത്രം വെച്ചുകൊണ്ട് ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഞാൻ ട്രേഡ് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്കൊരു മറ്റൊരു ടൂൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷനും കൂടി എടുത്ത ശേഷം മാത്രം നിങ്ങൾ ഈ എൻട്രി എടുക്കുക. പിന്നെ സ്ട്രിക്റ്റായിട്ട് SL വയ്ക്കാനായിട്ട് മറക്കരുതാരും. പിന്നെ സ്ട്രിക്റ്റായിട്ട് ഈ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റിംഗ് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.